ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോലെസ് ലോയറിൻ്റെ 14th എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ജെയ്ഡ് അമ്മേനെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ബൊങ് വളരെ സേഫായിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതും ഒപ്പം തന്നെ ആ ഒരു ബ്ലാക്ക് ബുക്ക് അയച്ചത് ജഡ്ജ് ചായ ആണെന്നും നമ്മൾ കണ്ടു. മാത്രമല്ല ജഡ്ജ് ചാ തന്നെ അവളുടെ ഒപ്പം ഇത്രയും നാൾ നിന്ന് മിസ് നാമിനും ഓജുവിനിട്ട് 8ന്റെ പണി കൊടുത്തതായിട്ടും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ലോ ഫേമിൽ വെച്ച് എല്ലാവരും ഇത്രയും വലിയൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ജെയ്ഡ് അമ്മേനെ ആരും അറിയാതെ രക്ഷിച്ചതിന്റെ പേരിൽ ബൊങ്ങിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ജെയ്ഡ് അമ്മ ഇപ്പോഴും ജീവനോടെ ഇല്ല എന്ന രീതിയിൽ വേണം എല്ലാവരും എക്സ്പെഷ്യലി ജെയും ആക്ട് ചെയ്യാനായിട്ടെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ജഡ്ജ് ഷാ അവളുടെ ഏറ്റവും വലിയ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്ന മിസ് നാമിനെ ജെയ്ഡ് അമ്മേനെ കൊന്ന കുറ്റത്തിന് ഇപ്പോൾ ജയിലിനകത്ത് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിസ് നാമിനെ ഉപയോഗിച്ച് ജഡ്ജ് ഷാനെ വീഴ്ത്താവുന്നതാണ് ഇന്നത്തെ അവരുടെ പ്ലാൻ. അതേ സമയത്ത് തന്നെ മിസ് നാമ് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവളുടെ അടുത്ത് പോലീസുകാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ ആരാന്നറിയോ, എന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയൊരു സീനൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ചിയോൺ അവിടേക്ക് വന്നിട്ട് അവള് ജെയ്ഡ് അമ്മേനെ കടലിലേക്ക് ഇടാൻ പറയുന്ന ആ ഒരു വീഡിയോ മുമ്പത്തെ സീനിൽ മാൻബെ റെക്കോർഡ് ചെയ്ത് വെച്ച ആ ഒരു വീഡിയോ ഇപ്പോൾ അവൾക്ക് എന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട പ്രാവശ്യം തന്നെ ആദ്യം അവൾ ആകെ ഷോക്ക്ഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും പിന്നീട് ഇത് ഫ്രെയിംഡ് ആണെന്നും അവൻ എന്നെ ചതിച്ചതാണെന്നും ഞാൻ അവനോട് അങ്ങനെയല്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഒരു കുറ്റത്തിൽ നിന്ന് മാറാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും എവിഡൻസ് ഫുൾ അവൾക്ക് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്നാ പിന്നെ നീ ആ പറഞ്ഞ ആളുടെ പേര് പറയാനായിട്ട് ചിയോൺ പറയുമ്പോൾ മാൻബെ എന്ന അയാളുടെ പേര് പോലും മിസ് നാമിന് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആളുടെ കണക്ഷനൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചാനെ വിളിച്ച് അയാളുടെ പേര് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ലെന്നും നീ എന്തായാലും പേടിക്കണ്ടെന്നും നിന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ വക്കീല് പുറത്തേക്ക് ഇറക്കും എന്ന് പറഞ്ഞ് ജഡ്ജ് ഷാ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കത്തെ ജഡ്ജ് ഷായുടെ ഉദ്ദേശം മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും ജഡ്ജ് ഷാ തന്നെ രക്ഷിക്കുന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും ആ ഒരു ചാനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് മിസ്ന. ഇതേ സമയത്ത് തന്നെ ജയ് അങ്ങനെ ഫൈനലി അവളുടെ അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളുടെ അമ്മേനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഫാമിലി വീണ്ടും ഒന്നാവുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ബൊങ്ങും ജയും കൂടി ഒരുമിച്ച് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ചിയോണ പോയിട്ട് അവന്റെ ഓഫീസിൽ കാണുന്നുണ്ട്. ഒരു സമയത്ത് മിസ് നാം ജെയ്ഡ് അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ ശരിക്കും അവരുടെ കയ്യിൽ എത്തിയിരിക്കുന്നത് തന്നെ ജഡ്ജ് ഷാ വഴിയാണെന്ന് ബൊങ് ഊഹിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കേസിലെ സത്യം എങ്ങനെയെങ്കിലും താൻ കണ്ടുപിടിക്കണമെന്ന് ജയ് അയാളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബൊങ് ജെയ്ഡ് അടുത്ത് കാര്യം ജഡ്ജ് ഷാ ഇപ്പൊ മിസ് നാമിനെതിരെ നീങ്ങാണെങ്കിലും അവൾക്കെതിരെ മിസ് നാം ഒന്ന് പറയാതിരിക്കാനും അവളുടെ പേര് തന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും മിസ് നാമിന്റെ കേസിൽ ജഡ്ജായിട്ട് അപ്പിയർ ചെയ്യുന്നത് ഷാ ആയിരിക്കില്ലെന്നും പകരം അവൾക്ക് ഏറ്റവും വിശ്വാസമുള്ള അതുപോലെ തന്നെ മിസ് നാമിനെ എന്തായാലും ജയിലിൽ അടയ്ക്കും എന്ന് ഉറപ്പുള്ള ഒരു ജഡ്ജി ആയിരിക്കും അന്ന് അപ്പിയർ ചെയ്യായിരിക്കും ബൊങ്ങൊപ്പ് ജെയ്ഡ് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജഡ്ജ് ഷായിപ്പോ ജെയ് ആദ്യം മൂക്കിനടിച്ചിട്ട് ആ ജഡ്ജിയുടെ അടുത്ത് ഇപ്പൊ ആ കേസ് കൊണ്ട് കൊടുക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മിസ് നാം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളല്ലേന്ന് ആ ഒരു ജഡ്ജ് ചാരെടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും നിങ്ങള് സാധാരണ വിധിക്കുന്ന പോലെ വിധിച്ചാൽ മതിയെന്നും സത്യസന്ധമായിട്ട് വിധിക്കാനും പറയുമ്പോൾ ജഡ്ജ് ഷാ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ ഒരു ജഡ്ജിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ജയിലിൽ കിടക്കുന്ന മിസ് നാമിനെ കാണാനായിട്ട് ബൊങ് പോകുന്നുണ്ട്. അങ്ങനെ അവനെ കാണുന്ന മിസ് നാം ആകട്ടെ നീ ഇപ്പൊ എന്തിനാണ് ഇവിടെ വന്നതെന്നും എനിക്ക് ഓൾറെഡി ഒരു വക്കീലുണ്ടെന്നും നിന്റെ ഹെൽപ്പ് വേണ്ടെന്നും അവനോട് അങ്ങോട്ട് പറയുമ്പോൾ ഞാനിപ്പോ വന്നത് നീയുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കാനാണെന്നും നിന്നോട് ഇതൊക്കെ ചെയ്തത് ജഡ്ജ് ഷായാണെന്ന് ബൊങ് പറയുന്നുണ്ടെങ്കിലും ജഡ്ജ് ഷാ അത്രയും സത്യസന്ധമായിട്ടുള്ള ഒരാളാണെന്നും തന്നോട് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നും പറഞ്ഞ് ഇതൊക്കെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് മിസ് നാം. ഈ ഒരു സമയത്ത് ഊജുവും ചായയുടെ ഏറ്റവും വിശ്വസ്തനായിട്ട് നിന്നതല്ലേന്നും എന്നിട്ട് ഏറ്റവും അവസാനം ഊജുവിനോട് ജഡ്ജ് ഷാ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നീയും കണ്ടെത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ബൊങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോഴാണ് ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് മിസ് നാമിന്റെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ ഉള്ളതായിട്ടും നമുക്ക് കാണാം. അതേ സമയത്ത് പോലീസൊക്കെ തന്നെ അന്വേഷിക്കേണ്ടെന്ന് അറിഞ്ഞിട്ട് ഓജു ഇപ്പൊ അവന്റെ അസിസ്റ്റന്റും കൂടിയിട്ട് അധികമാരും കണ്ടുപിടിക്കാത്ത ഒരു ലൊക്കേഷനിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓജു ചെയ്ത ക്രൈംസിന്റെ എല്ലാം എവിഡൻസസ് ഓരോന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഓജുവിന്റെ ആ ഒരു മേയർ എന്ന പൊസിഷൻ ഇപ്പൊ ടെർമിനേറ്റ് ചെയ്തതായിട്ടും ന്യൂസിലൂടെ കാണുന്ന ഓജു താൻ ചെറുപ്പം മുതൽ വെട്ടിപ്പിടിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ ദേഷ്യം ഫുള്ള് ഇപ്പൊ ബൊങ്ങിനോടും ജഡ്ജ് ഷായോടുമാണ്. ഇതേ സമയത്ത് തന്നെ ജയ് ആകട്ടെ ജഡ്ജ് ഷാനെ കാണാനായിട്ട് പോയിട്ട് തന്റെ അമ്മയെ കൊന്നത് എന്തിനാണെന്ന് അവളുടെ അടുത്ത് ചോദിച്ച് അവൾ ചെയ്ത ക്രൈംസിന് എല്ലാത്തിനായിട്ട് ഒരു ദിവസം ജഡ്ജ് ഷാക്ക് ഒരു തിരിച്ചടി കിട്ടുമെന്ന് അവൾ വോൺ ചെയ്തിട്ട് അങ്ങനെ അവളുടെ മുമ്പിൽ ജയുടെ അമ്മ മരിച്ചതായിട്ട് അവളെ വിശ്വസിപ്പിച്ച് ജയ് അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ അവളുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം അവളുടെ അമ്മയുടെ കേസൊക്കെ അന്വേഷിച്ചിരുന്ന ഡിറ്റക്റ്റീവിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഓജു അവളെ ഫോളോ ചെയ്ത് അവിടേക്ക് വന്നിട്ട് അവളുടെ ലൈവായിട്ടുള്ള വീഡിയോസ് എല്ലാം ഇപ്പൊ ബൊങ്ങിന് അയച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ ആവാൻ കാരണം നീയാണെന്നും പറഞ്ഞ് നിന്നെ
താഴ്ത്താനായിട്ടുള്ള ഒരേ ഒരു കീ അത് ജയാണെന്നും പറഞ്ഞ് അവനിപ്പോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതേസമയം ബൊങ്ങാകട്ടെ ജയെ വിളിച്ച് അവളുടെ ഒപ്പം അവന്റെ അസിസ്റ്റന്റില്ലേ അവള് സേഫ് ആണോ എന്നൊക്കെ ചോദിച്ച് അവള് സേഫ് ആണെന്ന് തന്നെ ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇതേ സമയത്ത് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള യോൺഹി പോയിട്ട് അവളുടെ അമ്മേനെ ജയിലിൽ വെച്ച് കണ്ടിട്ട് അവളുടെ അമ്മ പറഞ്ഞത് കേട്ട് നേരെ തന്നെ ജഡ്ജ് ചാനെ മീറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് എന്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും ഇത്രയും നാള് അമ്മ നിങ്ങളുടെ ഒപ്പം നിന്നതല്ലേന്നും യോൺഹി ചോദിക്കുന്ന സമയത്ത് എന്റെ ഒപ്പം നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും തെറ്റ് ചെയ്തവര് എന്തായാലും ശിക്ഷിക്കപ്പെടുമെന്നും പറഞ്ഞിട്ട് ജഡ്ജ് ഷാ പതിയെ ഈ ഒരു കേസിൽ നിന്ന് തലയൂരാനായിട്ട് നോക്കുമ്പോൾ യോൺഹിക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്റെ അമ്മ പറഞ്ഞത് എന്ന പോലെ ജഡ്ജ് ഷായുടെ അച്ഛന്റെ ഒരു ഫൗണ്ടേഷനിൽ നടന്ന എല്ലാ അഴിമതികളുടെയും ഒരു ലെഡ്ജർ തന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് യോൺഹി ജഡ്ജ് ഷാനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അതിലും വീഴാതെ ജഡ്ജ് ഷായ ആകട്ടെ ആ ഒരു ലെഡ്ജറും വെച്ച് നിനക്കൊന്നും എന്നെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു വീണ്ടും അവൾ ചെയ്ത തെറ്റിനെല്ലാം അവൾ അനുഭവിക്കുന്നു പറഞ്ഞ് യോൺഹിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ലെഡ്ജറിൽ ജഡ്ജ് ഷാക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഇത് കേട്ട് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് നേരെ തന്നെ അവള് മിസ് നാമിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇത്രയും നാളും എന്റെ ഒപ്പം വിശ്വസ്തയായിട്ട് നിന്നിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് നീ ഒരു ലെഡ്ജർ സൂക്ഷിച്ചു വെച്ചതെന്നും മാത്രമല്ല ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഇത് വെച്ച് എന്നെ പേടിപ്പിക്കാനാണോ നീ ട്രൈ ചെയ്യണേന്ന് ജഡ്ജ് ഷാ ഇപ്പൊ മിസ് നാമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ആ ഒരു ലെഡ്ജറിൽ എനിക്കെതിരായിട്ട് നിനക്കൊന്നും ചെയ്യാൻ തന്നെ പറ്റില്ലെന്നും മാത്രമല്ല ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ക്രൈംസും നീ തന്നെയാണ് ചെയ്തതെന്നും എനിക്കതിൽ യാതൊരു പങ്കില്ലെന്നും ജഡ്ജ് പറയുമ്പോൾ ഇപ്പോഴാണ് മിസ് നാമിന് കാര്യങ്ങളെല്ലാം കത്തുന്നത്. കാര്യം ജഡ്ജ് ഷാ അവളോട് ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ട് മിസ് നാമാണ് അത് ചെയ്തതെങ്കിലും ഇപ്പൊ ലാസ്റ്റ് താൻ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞ് ജഡ്ജ് ഷാ കാല് മാറുമ്പോൾ ഇനിയിപ്പോ അവള് ചെയ്ത കൊലപാതകങ്ങളടക്കം എല്ലാ കുറ്റത്തിനും മിസ് നാമായിരിക്കും പ്രതിയായിട്ട് വരിക. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇത്രയും നാള് അവൾ ചതിക്കായിരുന്നു എന്ന് മനസ്സിലാക്കി മിസ് നാം ദേഷ്യത്തോടെ ഇരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അതേ സമയത്ത് ബൊങ്ങിന്റെ അസിസ്റ്റന്റ് ബൊങ്ങിനെ വിളിച്ചിട്ട് ജയുടെ അമ്മയെ രക്ഷിക്കാനായിട്ട് സഹായിച്ച സ്കോർപിയോണെ ഇപ്പൊ ജഡ്ജ് ഷയുടെ ഗുണ്ടയായിട്ടുള്ള മാൻ ബെയിന്റെ ആൾക്കാർ ഉപദ്രവിക്കുകയാണ് എന്നറിഞ്ഞിട്ട് ബൊങ് നേരെ തന്നെ സ്കോർപിയോനെ രക്ഷിക്കാനായിട്ട് ഒരു ബേസ്മെന്റിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് മാൻ ബെയിന്റെ ആൾക്കാരും ഇവിടെ ലോ ഫോമിലെ ആൾക്കാരുമായിട്ട് നല്ലൊരു ഫൈറ്റ് കഴിഞ്ഞ് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ലാസ്റ്റ് ബൊങ് തന്നെ അതിൽ ജയിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഡേവോങ്ങിനെയും തന്റെ ഗാങ്ങിനെയും ചതിച്ചതിന്റെ പേരിൽ അൻബിക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് അവരങ്ങനെ ആലോചിക്കുമ്പോൾ ഒന്നെങ്കിൽ അവന് സ്കോർപിയോന്റെ കയ്യിൽ വിട്ടുകൊടുത്താൽ അവൻ മരിക്കേണ്ടി വരുമെന്നും അല്ലെങ്കിൽ ബൊങ്ങിന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ കുറെ സത്യങ്ങളൊക്കെ അവൻ ഏറ്റു പറയേണ്ടി വരുമെന്നും പറയുമ്പോൾ തന്റെ ജീവൻ തന്നെ രക്ഷിക്കാനായിട്ട് അവൻ ലാസ്റ്റ് ബൊങ്ങിന്റെ ഒപ്പം തന്നെ നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജഡ്ജ് ഷായുടെ ക്രൈംസ് എല്ലാം ഇവൻ ഉപയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ബൊങ് ശ്രമിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ അന്ന് നൈറ്റ് ജയിലിൽ വെച്ച് എന്റെ മകളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് മിസ് നാമ ആകെ ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള യോൺഹി ബൊങ്ങിനെ വന്ന് കണ്ടിട്ട് അവളുടെ അമ്മയുടെ കേസ് ഏറ്റെടുക്കാനായിട്ട് പറയുന്നുണ്ട്. അവളുടെ അമ്മയുടെ കേസ് ഇതിനു മുമ്പ് വാദിക്കാന്ന് പറഞ്ഞ ആ ഒരു വക്കീല് ജഡ്ജ് ഷായുടെ ടീമിലാണെന്നും അവരെല്ലാരും കൂടി തന്റെ അമ്മയെ ട്രാപ്പ് ചെയ്യാണെന്നും അവള് പറഞ്ഞിട്ട് അവളുടെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ജഡ്ജ് ഷായുടെ ആ ഒരു അച്ഛന്റെ പേരിലുള്ള ഫൗണ്ടേഷന്റെ ലെഡ്ജർ ഇപ്പൊ ജഡ്ജ് ഷാക്ക് എതിരെയുള്ള ഒരു എവിഡൻസ് ആയിട്ട് യോൺഹി ഇപ്പൊ ബൊങ്ങിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് യോൺഹി അവിടെ നിന്ന് പോയതിനു ശേഷം എല്ലാരും കൂടി ആ ഒരു ലെഡ്ജർ നോക്കുന്ന സമയത്ത് ഒരു ഫൗണ്ടേഷന്റെ സമയത്ത് ഇവർ നടത്തിയിട്ടുള്ള എല്ലാ അഴിമതികളും ഇല്ലീഗലായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനെയും ലിസ്റ്റ് അതിലുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ ജഡ്ജ് ഷായുടെ പേരിലല്ലാത്തതുകൊണ്ട് അത് ജഡ്ജ് ഷാക്ക് എതിരായിട്ടുള്ള തെളിവായിട്ട് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതേ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ജഡ്ജ് ഷാ വന്ന് മിസ് നാമിനെ കണ്ടിട്ട് അത് വെച്ച് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവളെ ഭീഷണിപ്പെടുത്തിയത്. പക്ഷെ ഇതേ സമയത്ത് തന്നെ ബൊങ്ങനും ജയിക്കും ജഡ്ജ് ഷാനെ പറ്റിയിട്ടുള്ള എന്തോ ഒരു എവിഡൻസ് ശരിക്കും മിസ് നാമിന്റെ കയ്യിലുണ്ടെന്നും അത് നമ്മൾ സീക്രട്ട് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലെഡ്ജർ അവള് നമ്മുടെ കയ്യിലേക്ക് തന്ന് നമ്മളെ വോൺ ചെയ്തതെന്നും ഇപ്പോ അവര് രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ബൊങ്ങും ജയും കൂടിയിട്ട് മിസ് നാമിന്റെ ആ ഒരു കേസ് അങ്ങനെ ഏറ്റെടുക്കുന്നുണ്ട്. മാത്രമല്ല അന്നത്തെ ജഡ്ജിയായിട്ട് കോർട്ടിൽ അപ്പിയർ ചെയ്യുന്നത് ജയ് പണ്ട് മൂക്കിനിടിച്ചിട്ട ആ ഒരു ജഡ്ജാണെന്നും അവൻ എന്തായാലും മിസ് നാമിനെതിരായിട്ടാണ് വിധിക്കാൻ പോണേന്ന് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ഒരു കേസ് അവന്റെ തലയിൽ നിന്ന് മാറ്റണമെന്ന് അവര് തീരുമാനിക്കുകയാണ്. അങ്ങനെ ജെയും അവരുടെ ലോ ഫോമിലുള്ള 3-4 പേരും കൂടിയിട്ട് ആ ഒരു ജഡ്ജിനെ ഫോളോ ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആ ഒരു ജഡ്ജിന് 3-4 ഗേൾസുമായിട്ട് ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ടെന്നും അതിൽ ഒരാൾ വന്ന് ഇപ്പൊ ഏതൊരു അപ്പാർട്ട്മെന്റ് തന്റെ പേരിലാക്കണമെന്ന് പറഞ്ഞ് തന്നെ ചതിക്കായിരുന്നില്ല എന്നൊക്കെ ചോദിച്ച് ഈ ജഡ്ജുമായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുപാട് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നിന്റെ പേരിൽ ഞാൻ എഴുതി വെക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവളെയും തള്ളിയിട്ടിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം കാറിലിരുന്ന് കണ്ട ജെയ് പിന്നീട് ആ ഒരു ലേഡിയുടെ അടുത്ത് ചെന്നിട്ട് താനൊരു വക്കീലാണെന്നും അയാൾ നിന്നെ പറഞ്ഞ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെയുള്ള കേസ് തന്റെ അടുത്ത് ഫയൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കോമ്പൻസേഷൻ തന്നെ അയാളുടെ കയ്യിൽ നിന്ന് തനിക്ക് വാങ്ങിച്ചു തരാമെന്ന് ജയ് ഇപ്പോൾ ആ ഒരു ലേഡിക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് ആ ഒരു ലേഡിയുമായിട്ടിരുന്ന് സംസാരിക്കുമ്പോഴാണ് ഒരിക്കലും ഒരു കേസ് അന്യായമായിട്ട് വിധിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഒരു ക്ലയന്റ് അവന് തന്നെ കൊടുത്ത കൈക്കൂലിയാണ് ആ ഒരു അപ്പാർട്ട്മെന്റ് എന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഈ ഒരു ഒറ്റ കാര്യം വെച്ച് അവനെ തകർക്കാനായിട്ട് അവര് തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മിസ് നാമ് അവളുടെ വക്കീലിനെ മാറ്റിയതായിട്ടും പുതിയ വക്കീലായിട്ട് ബൊങ്ങ് വന്നതറിഞ്ഞ് വളരെ
വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ജഡ്ജ് ഷാ ഒരു നൈറ്റ് തന്നെ അവനെ വിസിറ്റ് ചെയ്യാനായിട്ട് അവന്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ജയുടെ അമ്മയുടെ മരണത്തിന് മിസ് നാമ കാരണക്കാരിയായിട്ടും നീ എന്തിനു വേണ്ടിയിട്ടാണ് അവൾക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് ഇപ്പൊ ജഡ്ജ് ഷാ അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതിന് കാരണക്കാരാരാന്ന് തങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നും ജഡ്ജ് ഷാ കാരണം അവരനുഭവിച്ച വേദനയും ദുഃഖമൊന്നും അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും പക്ഷെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വേദന നിന്നെ ഞാൻ അറിയിക്കുമെന്നും ബോങ് ഇപ്പോൾ അവരുടെ അടുത്ത് പറയുമ്പോൾ എന്നെ തോൽപ്പിക്കാൻ നിനക്കൊരിക്കലും പറ്റില്ലെന്നും എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നത് നിനക്കാണെന്ന് പറഞ്ഞ് ജഡ്ജ് ഷാ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം ട്രയൽ നടക്കുന്ന സമയത്ത് ബോങ് ആകട്ടെ ഈ ഒരു കേസിൽ ഞങ്ങൾക്ക് ജഡ്ജിനെ മാറ്റണമെന്ന് ഇപ്പൊ കോർട്ടിന്റെ മുമ്പിൽ വെച്ച് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ മാറ്റുന്നത് എന്തിനാണെന്നും താൻ എന്ത് കുറ്റമാണ് ചെയ്തതെന്നും ഒന്നും അറിയാത്ത പോലെ ആ ഒരു ജഡ്ജ് ചോദിക്കുമ്പോൾ തന്റെ ജസ്റ്റിസിൽ ഞങ്ങൾക്ക് വിശ്വാസമല്ലെന്നും കാരണം പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് നിങ്ങളെന്നും ബോങ് പറയുന്നുണ്ട്. അങ്ങനെ ഇതിനു മുമ്പ് ജെഇ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ തെളിവുകളും അവനിപ്പോ കോർട്ടിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു എൻറ്റയർ കോർട്ടിന്റെ മുമ്പിൽ വെച്ചിട്ട് അവൻ ഇതിനു മുമ്പ് പലപ്പോഴും അന്യായമായിട്ട് വിധിച്ചിട്ടുണ്ടെന്നും അങ്ങനെ വിധിക്കാനായിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയായിട്ട് കുറെ ക്യാഷും അപ്പാർട്ട്മെന്റുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സും എവിഡൻസും ഒക്കെ ഇപ്പൊ ബോങ് കോർട്ടിന്റെ മുമ്പിൽ എവിഡൻസ് ആയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതുകൊണ്ട് തന്നെ മിസ് നാം എന്ന തന്റെ ക്ലയന്റിന് സത്യസന്ധമായിട്ടുള്ള ഒരു വിധി നടപ്പിലാക്കാനായിട്ട് ജഡ്ജിനെ മാറ്റണമെന്ന് അവൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ജഡ്ജിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ചിയോണും ഈ ഒരു കാര്യത്തിൽ ബോങ്ങിന്റെ ഒപ്പം നിന്നിട്ട് ജഡ്ജിനെ മാറ്റാനായിട്ട് വാദിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അങ്ങനെ ആ ഒരു ജഡ്ജിന് മാറിക്കൊടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ ഒരു കേസ് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെച്ച് ബോങ്ങിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് റിപ്പോർട്ടേഴ്സ് വന്ന് അവന്റെ അടുത്ത് ഇതെല്ലാം നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു എന്നും മറ്റുമൊക്കെ ചോദിക്കുമ്പോൾ വേറൊന്നും പറയാതെ തന്റെ ക്ലയന്റിന് യഥാർത്ഥമായിട്ടുള്ള ജസ്റ്റിസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈസിയോങ്ങില് എല്ലാവർക്കും പ്രിയപ്പെട്ട എപ്പോഴും ജസ്റ്റിസ് മാത്രം നടപ്പാക്കുന്ന ആ ഒരു ജഡ്ജി തന്നെ ഇത് വാദിക്കണമെന്ന് അവൻ ജഡ്ജ് ഷായിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിയുമ്പോൾ പെട്ടെന്ന് തന്റെ ഒപ്പം ജെയെ കാണാതെ ജെയെ എവിടെ പോയിന്ന് അവൻ അവന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ബോങ് കേസ് വാദിക്കുന്നതിന്റെ ഇടയിൽ ഒരു കോള് വന്നിട്ട് അവൾ പുറത്തേക്ക് പോയതാണെന്ന് ഒരു അസിസ്റ്റന്റ് ഇപ്പൊ ബോങ്ങിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഇരിക്കെ തന്നെ ജെയുടെ ഫോണിൽ നിന്ന് അവനൊരു കോള് വരുമ്പോൾ അവനത് എടുത്തിട്ട് അവൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓജു ആണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്. നേരത്തെ ആ ഒരു കോള് വിളിച്ചത് ഓജു ആണെന്നും തന്റെ കയ്യിൽ എന്തോ ഒരു എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ജെയോട് ഒറ്റയ്ക്ക് തന്നെ മീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടായിരുന്നു ഓജു. ഇതേ സമയത്ത് തന്നെ ജെയുടെ മേത്ത് ഒരു മുറിവെങ്ങാനും ഉണ്ടായി കഴിഞ്ഞാൽ നിന്റെ കാര്യം ഞാനൊരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞ് ബോങ് നേരെ തന്നെ അവിടെ നിന്ന് ഓജുവിന്റെ അടുത്തേക്ക് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ ബോങ് വളരെ അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിലേക്ക് എത്തിയിട്ട് ജെയുടെ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവിടേക്ക് ഓജുവും അവന്റെ അസിസ്റ്റന്റും വരുന്നുണ്ട്. അവിടെ ജെയെ അവരെ ഒളിപ്പിച്ചിരിക്കുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്ത് ഓജു ആകട്ടെ എന്റെ ലൈഫ് ഇപ്പൊ ഇങ്ങനെ ആക്കിയത് നീയാണെന്ന് പറഞ്ഞ് ജെയുടെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പാവം നമ്മുടെ ബോങ്ങിനെ മുട്ടുകുത്തിച്ച് നിർത്തിയിട്ട് അവനെതിരെ ഒരു ഗണ്ണും പോയിന്റ് ചെയ്ത് അവനെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്.